പത്തനാപുരത്ത് 19 വയസ്സുകാരിക്കും പെൺകുട്ടിയുടെ 65-കാരിയായ മുത്തശ്ശിക്കും നേരെ അയൽവാസിയായ യുവാവിന്റെയും കുടുംബത്തിന്റെയും ക്രൂരത. കല്ലുംകടവ് ശാലേംപുരത്താണ് സംഭവം. വാടക വീട്ടിൽ കഴിയുന്ന പെൺകുട്ടിക്കും മുത്തശ്ശിക്കും നേരെയാണ് അയൽവാസിയായ യുവാവും വീട്ടുകാരും ചേർന്ന് അതിക്രമം നടത്തിയത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ അയൽവാസിയും വാടക വീട്ടിലെ താമസക്കാരനുമായ മിഥുൻ, ഇയാളുടെ പിതാവ് സുനിൽ, അമ്മ ജലജ എന്നിവർക്കെതിരെ പത്തനാപുരം പോലീസ് കേസെടുത്തു. അയൽപ്പക്കത്തെ വാടക വീട്ടിൽ താമസിക്കാനെത്തുന്നവരോട് മിഥുനും കുടുംബവും അതിക്രമവും അപമാനവും നടത്തുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി മിഥുനും പിതാവ് സുനിലും ശല്യം തുടർന്നിരുന്നതായി പെൺകുട്ടിയും കുടുംബവും പറയുന്നു. നിരന്തരമുള്ള ശല്യം സഹിക്കവയ്യാതെ പോലീസിൽ പരാതി നൽകുകയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തതിന്റെ വിരോധത്തിലാണ് മിഥുനും മാതാപിതാക്കളും പെൺകുട്ടിയുടെ വീട്ടിലെത്തി ക്രൂരത കാട്ടിയത്. പെൺകുട്ടിയുടെ തലയ്ക്ക് കുത്തിപ്പിടിച്ച് നിലത്തേക്ക് വലിച്ചു തള്ളുകയായിരുന്നു. സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും മിഥുൻ രക്ഷപ്പെട്ടു. ഇയാളുടെ അച്ഛൻ സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പത്തനാപുരം പോലീസ് ഒളിവിൽ പോയ മിഥുനിന് വേണ്ടി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല മനുഷ്യരാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ കാരണം ഇവിടുന്ന് 4 വീട്ടുകാർ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ അമ്മയും ഓണറും കൂടെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പം അതിനെ ചൊല്ലിയായിരുന്നു തർക്കം ഉണ്ടായത്. മാത്രമല്ല അപ്പുറത്തൊരു കുഞ്ഞു ചെറുക്കൻ 9 പഠിക്കുന്ന ചെറുക്കനുണ്ടായിരുന്നു. അവനെ എന്നെ വെച്ച് വൃത്തിയടക്കം പറയുകയൊക്കെ ചെയ്ത് അതൊക്കെ ചോദിച്ചപ്പോൾ ഒക്കെ ഭയങ്കര വിഷയമായിരുന്നു. ആ വീട്ടിലുള്ള കുഞ്ഞും ഒക്കെ മാറിപ്പോയി. അത് കഴിഞ്ഞ് മെനഞ്ഞാന്ന് ഈ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന ബക്കറ്റും ചൂലും എടുത്തോണ്ട് പോയി. അമ്മ രാവിലെ മുറ്റം തൂക്കാൻ ചൂല് നോക്കിയപ്പം കണ്ടില്ല. അപ്പൊ എന്നോട് അമ്മ പറഞ്ഞു ക്യാമറ നോക്കാൻ പറഞ്ഞു. ക്യാമറ ഞാൻ നോക്കിയപ്പോൾ രാത്രി എത്രയായപ്പം പതുക്കെ ചൂലെടുത്ത് പിന്നെ ബക്കറ്റ് എടുത്ത് കൊണ്ടുപോകുന്നു. രാവിലെ ഇത് പോയി ചോദിച്ചിട്ട് അമ്മയോട് പറഞ്ഞപ്പോൾ നമുക്ക് പോയി ചോദിച്ചപ്പം അയാൾ കൈ മലത്തേക്കൊന്നും അറിയിട്ടില്ല. തെളിവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തെളിവ് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാണിക്കേണ്ടവരെ കാണിച്ചോളാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇയാൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അമ്മ എന്തിനാ കേസ് കൊടുത്ത് അതിന് അമ്മയുടെ മെക്കെട്ട് അമ്മയെ ചീത്ത വിളിക്കുകയും മോശമായിട്ട് കുറെ സത്യം പറയുകയൊക്കെ ചെയ്തു. അയാൾ ഈ വീട്ടിലെ സുനിൽ കുമാർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.